ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമ്മളൊരു കൊണ്ടാട്ടം വീഡിയോ ആണ്. കയ്പക്ക കുറച്ച് അധികം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊന്ന് കൊണ്ടാട്ടമാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പം കയ്പക്കയെല്ലാം കഴുകി വൃത്തിയാക്കി ഇങ്ങനെ മുറിച്ചിടുക. എന്ത് സ്പീഡിലാണല്ലേ മുറിച്ചിടുന്നത്. ആദ്യം മുറിക്കുമ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ കൈവേദന എടുക്കാൻ തുടങ്ങി. 2.5 കിലോ കയ്പക്കയാണേ. ഒരു രക്ഷയില്ല. കാണുമ്പോൾ എന്ത് രസം. ഇങ്ങനെ സ്പീഡിൽ മുറിക്കാൻ പറ്റിയ മെഷീനായിട്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. അപ്പം എല്ലാം കയ്പക്കയും മുറിച്ച് കഴിയുമ്പോൾ തന്നെ കൈക്ക് 2-3 മുറികളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ പാവക്ക മുറിച്ച് ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അത് 2 പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ ഉപ്പിട്ട് നല്ല രീതിയിൽ പെരക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതെനിക്ക് അങ്ങനെ വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ രമമ്മേനോട് പറഞ്ഞിട്ടാണ് രമമ്മയാണ് എനിക്ക് ചെയ്തു തരുന്നത്. അത് കഴിഞ്ഞ് ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് തട്ടിൻ്റെ മേലേക്കായിട്ട് ഇങ്ങനെ നമ്മൾ പെരക്കി വെച്ച പാവക്ക ഇങ്ങനെ ഇട്ട് വെക്കുന്നുണ്ട്. ഒരു ആവി കയറ്റിയെടുക്കണം. ഇങ്ങനെ ആവി പോകുന്ന ആ ഒരു ഇതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പം നമ്മളത് മൂടി വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം. മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എല്ലാം ആകുമ്പോഴത്തേക്ക് ഏകദേശം നല്ല രീതിയിൽ ആവി വന്നിട്ടുണ്ട്, കാണുന്നില്ലേ? അപ്പം ആ സമയമാകുമ്പോഴത്തേക്ക് തന്നെ നമ്മളത് കോരി മാറ്റുക. കോരി വേറൊരു പാത്രത്തിലേക്ക് ആക്കുക. ഞാൻ 2 ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, കാരണം 2.5 കിലോ കയ്പക്കയാണ് ഉണ്ടായത്. ഇത് രാത്രിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ മാത്രമേ നമുക്ക് വെയിലത്തേക്ക് ഇടാൻ പറ്റുള്ളൂ. പരമാവധി രാവിലെ ആക്കാൻ നോക്കുക, കാരണം കയ്പക്ക കൊണ്ടുവന്നാലും ആ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ആക്കിയതാണ്. പിറ്റേ ദിവസം രാവിലെ കണ്ടില്ലേ, നിങ്ങൾ വിചാരിക്കും ഇത് ഇന്നും തീരില്ല എന്നല്ലേ. ഇങ്ങനെ എണ്ണി ഓരോന്നോരോന്ന് വെച്ചു. പിന്നെ എനിക്ക് തന്നെ മനസ്സിലായി ഇതൊരു നടക്ക് പോവില്ല. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 ദിവസം ഇരുന്നാലും ഇത് തീരൂലെന്ന് മനസ്സിലായാലും പിന്നെ അങ്ങോട്ട് എല്ലാം എടുത്തു അങ്ങനെ ചിതറി ഇടുക ചെയ്തത്. പിന്നെ എല്ലാം കൂടെ അങ്ങോട്ട് സെറ്റാക്കുക ചെയ്തത്. കാരണം ക്ഷമ നല്ല രീതിയിലുണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം ഓരോന്ന് വെക്കാൻ കഴിയും. എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ എന്താ പറയുക, ആന കരിമ്പുംകാട്ട് കയറിയ പോലെ ആയിരുന്നു. ഫുൾ അങ്ങോട്ട് നിരത്തി ചാടുക ചെയ്തത്. പിന്നെ എന്തായാലും എല്ലാം ഉണങ്ങേണ്ടേന്നില്ല ആ ഒരു രീതിയിൽ. പിന്നെ രമമ്മ എൻ്റെ ഒപ്പരം കൂടി ഇടാൻ വേണ്ടിയിട്ട്, കാരണം ഞാൻ എടുത്ത കണ്ടിട്ടാണോ എന്തോ അറിയില്ല, രമമ്മയും കൂടെ കൂടി. ഇപ്പം ഓരോന്ന് നല്ല വെയിൽ കൊണ്ട് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും. 2 ദിവസമേ വേണ്ടൂ ഇത് ഉണങ്ങി കിട്ടാൻ എന്നാണ് പറഞ്ഞത്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഒറ്റ ഇരുന്നിട്ട് എല്ലാം കൂടെ സെറ്റാക്കി ഓരോന്നായിട്ട് റെഡിയാക്കി വെച്ചു. ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യലെന്നൊന്നും എനിക്കറിയില്ലേ. ഞാനിങ്ങനെയാണ് ചെയ്തത്. നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടില്ലേ ഈ കൊണ്ടാട്ടത്തിൻ്റെ അവസ്ഥ ഇതാണ് ആയിട്ടുള്ളത്. അപ്പം എൻ്റെ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടാറ്റാ, ബൈ.